Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10th CBSE ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നാഷണലിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്പിൽ നാഷണലിസം റൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും അതെങ്ങനെയൊക്കെയാണ് ഗ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നുണ്ട് യൂറോപ്പിലെ ഓരോ നാഷൻസും യൂണിഫൈ ചെയ്യപ്പെടുന്നതിനെ കുറിച്ച്. ജർമ്മൻ യൂണിഫിക്കേഷൻ ഉണ്ട്, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഉണ്ട്, സ്ട്രേഞ്ച് കേസ് ഇൻ ബ്രിട്ടൻ ഉണ്ട്. ഇങ്ങനെ കുറേ അധികം യൂണിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ കൂടിയാണ് ഈ പറയുന്ന യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിതിൻ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അസ്ത്ര ബാച്ചിലൂടെ കൃത്യമായിട്ടും ഈ ചാപ്റ്ററൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മക്കൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. അതിനുള്ള നമ്പർ താഴെ പോകുന്നുണ്ട് അല്ലേ. ആ നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സീറ്റ് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ 10th CBSE നമ്മുടെ സൈലം ബാച്ചിൻ്റെ പേരാണ് അസ്ത്ര എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. 3499 രൂപയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, ആനുവൽ ഫീ വരുന്നത്. വാർഷികം എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഫീസായിട്ട് അടക്കേണ്ടി വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിരവധി തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെയുള്ള നമ്മളടങ്ങുന്ന ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു അസ്ത്ര ബാച്ചിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എക്സാമിനേഷൻ, മൊഡ്യൂൾ എക്സാമിനേഷൻ, അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ, സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും 10 DPP കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോട്ട്സ് ഓഫ് MCQs കൂടി മക്കൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ സീറ്റ് എടുക്കാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാത്ത അയക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആണല്ലേ. എങ്ങനെയാണ് ഇറ്റലി യൂണിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന 2-3 പേരുകളുണ്ട് അല്ലേ. ഇറ്റലി യൂണിഫൈ ചെയ്തതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള 2-3 എന്താ പറയുക, റെവല്യൂഷണറി ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള ആളുകളാണെങ്കിലും റൂളേഴ്സ് ആണെങ്കിലും അവരുടെയൊക്കെ പേരുകൾ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട പേരുകളും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ. അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന പേരാണ് ആരാണ് ആദ്യം വരുന്ന പേര്? ഗസുപ്പ് മസീനി അല്ലേ. ഗസുപ്പ് മസീനിയുടെ പേര് വരും. അപ്പോൾ തന്നെ ഗരിബാൾദിയുടെ പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, വരും അല്ലേ. ഗരിബാൾദിയുടെ പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. കൗണ്ട് കേവറുടെ പേര് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇഗ്മാനുവൽ സെക്കൻഡ്, ഇവരുടെയൊക്കെ പേരുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത്, ഇറ്റലി വാസ് ഡിവൈഡഡ് ഇൻ 7 states ഓഫ് വിച്ച് ഓൺലി 1 സർഡീനിയ പിഡ്മോണ്ട് വാസ് റൂൾഡ് ബൈ ഇറ്റാലിയൻ ഡൈനാസ്റ്റി. ഇറ്റലി 7 states ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ സർഡീനിയ പിഡ്മോണ്ട് എന്ന് പറയുന്ന ഏരിയ മാത്രമായിരുന്നു ആരുടെ അണ്ടറിൽ ഉണ്ടായിരുന്നത്, ഇറ്റാലിയൻ ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഉണ്ടായിരുന്നത്. റിമൈൻ പല റൂളേഴ്സും പല കിങ്സിൻ്റെയും അല്ലെങ്കിൽ പല ഡൈനാസ്റ്റീസിൻ്റെയും അണ്ടറിലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഏകീകരിക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ യൂണിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇതിനു വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള പേഴ്സണാണ് ആര്, നമ്മുടെ ഗസുപ്പ് മസീനി എന്ന് പറയുന്നത്. യങ് ഇറ്റലി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയിലൂടെയാണ് ഗസുപ്പ് മസീനി എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ റെവല്യൂഷൻ 1831 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള റെവല്യൂഷൻ എന്തായിരുന്നു, അതിൻ്റെ ഒരു എന്താണോ അത് ലക്ഷ്യം വെച്ചിരുന്നത് അതിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റിയില്ല, എത്താൻ പറ്റിയില്ല, പരാജയപ്പെട്ടു നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ സീക്രട്ട് സൊസൈറ്റീസിനൊന്നും അതിൻ്റെ എയിം എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഫസ്റ്റായിട്ടും ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള പേഴ്സണാണ് ഗസുപ്പ് മസീനി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് വിക്ടർ ഇമാനുവലിൻ്റെ കിങ് ആയിട്ടുള്ള അന്നത്തെ കിങ് ആയിട്ടുള്ള ഇറ്റാലിയൻ കിങ് ആയിട്ടുള്ള സർഡീനിയയുടെ കിങ് ആയിട്ടുള്ള വിക്ടർ ഇമാനുവൽ സെക്കൻഡ് എന്തുണ്ട്, ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് സർഡീനിയയിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കൗണ്ട് കേവൂറും കൂടി ഈ പറയുന്ന ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫിക്കേഷൻ പ്രോസസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെയൊക്കെ തോൽപ്പിക്കുന്നുണ്ട് മക്കളെ, ആരെയൊക്കെ തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റും
ഫ്രാൻസുമായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു നയം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രിയയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഇറ്റലി യൂണിഫൈ ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്, കൗണ്ട് കേവറും അതുപോലെ തന്നെ വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ഒക്കെ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സൗത്തേൺ പാർട്ടിലാണെങ്കിൽ ഗസിബ് ഗരിബാൽദി ഫാമേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് നേടിക്കൊണ്ട്, പെസൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് നേടിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും വിക്ടർ ഇമാനുവൽ സെക്കൻഡിനെ ഇറ്റാലിയൻ കിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ 1861 വിക്ടർ ഇമാനുവൽ സെക്കൻഡിനെ ഇറ്റാലിയൻ കിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വളരെ നീണ്ട കാലമെടുത്തു ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്. അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണ്, ഗസിബ് മസീനി, വിക്ടർ ഇമാനുവൽ സെക്കൻഡ്, അതുപോലെ തന്നെ കൗണ്ട് കേവർ, അതുപോലെ തന്നെ ഗസിബ് ഗരിബാൽദി, ഇങ്ങനെ നിരവധി ലീഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ കിങ്ങിൻ്റെ ഒക്കെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ ആരാണ് അവസാനമായിട്ട് യൂണിഫൈഡ് ഇറ്റലിയുടെ കിങ് ആയിട്ട് വരുന്നത്, വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 1861 ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ വിതിൻ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞത് 1 മിനിറ്റ് അധികം പോയിട്ടുണ്ട് അല്ലേ. എന്തായാലും മക്കൾക്ക് കാര്യം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും എടുത്തു തരാം ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.